പ്രധാന വാർത്തകൾ നോക്കുമ്പോൾ പേരിന്റെ പേരിൽ ആരെങ്കിലും ആക്ഷേപിക്കുന്നത് പാർട്ടി നിലപാടല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഏഷ്യ ന്യൂസ് റിപ്പോർട്ടറെ MV ജയരാജൻ ആക്ഷേപിച്ചു എന്ന പരാതിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ചെയ്തതിനെക്കുറിച്ച് എന്താണ് ചോദ്യങ്ങൾ ഇല്ലാത്തതെന്ന് ചോദിച്ച MV ഗോവിന്ദൻ വാർത്ത സംബന്ധിച്ച എല്ലാ രേഖകളും സർക്കാരിന്റെ പക്കലുണ്ടെന്നും പറഞ്ഞു. വലിയ കുഴപ്പമില്ലേ ഈ ഏഷ്യാനെറ്റ് ഉണ്ടാക്കി വെച്ചത്? അത് നിങ്ങളെന്താ പറയാതെ? ഞങ്ങളിപ്പോഴെല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ, വ്യാജ വ്യക്തിയെ പിടിച്ച് ഇരുത്തിയിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് പഴയ ഇന്റർവ്യൂവിന്റെ പദങ്ങൾ അങ്ങനെ തന്നെ പ്രഖ്യാപിച്ച് തെറ്റായ നിലപാട് സ്വീകരിച്ച ഏഷ്യാനെറ്റിന്റെ തെറ്റായ സമീപനത്തെയാണ് ഞങ്ങൾ എതിർത്തത്. ഇനിയും ആ നിലപാട് ഞങ്ങൾ എതിർക്കും. അല്ല, അത് വേറെ കാര്യമാണ്. ഞാനത് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞു. ഇതെന്താ പറയാതെ നിങ്ങൾ? ഇത് തെറ്റാണെന്നെന്താ ഏഷ്യാനെറ്റ് പറയാൻ പറ്റാത്തത്? അതിന്റെ എല്ലാ വസ്തുക്കളും പുറത്തു വന്നല്ലോ. 2 ഇന്റർവ്യൂ ഇനി കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. എല്ലാവരും മുമ്പിലുണ്ടല്ലോ. അത് നിങ്ങൾ നോക്കണ്ടേ? അതിനാവശ്യമായ നടപടി നിങ്ങളുടെ മാനേജ്മെന്റ് എടുക്കുന്നുണ്ടോ? നിങ്ങളുടെ മാനേജ്മെന്റ്, ഏഷ്യാനെറ്റ് മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഗൗരവപൂർവ്വം തന്നെ കാണണം. ആ ഗൗരവപൂർവ്വം കാണുന്നതിന് പകരം നിങ്ങളുടെ മാനേജ്മെന്റ് ഇപ്പോഴും അത് കാണുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ വളച്ചൊടിച്ച് തെറ്റായ വ്യാജമായ വാർത്തകൾ ഉണ്ടാകുന്നവർക്ക് സംരക്ഷണവും, എന്തെങ്കിലും രീതിയിൽ അങ്ങനെ അല്ലാതെ വാർത്ത നടത്തിയിട്ടുള്ളവരെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏഷ്യാനെറ്റിന്റെ ഇന്ത്യയിലെ പൊതുവായ ചിത്രം. അതാ പറഞ്ഞത്. ഈ പ്രസംഗമായാലും ലേഖനമായാലും എന്തായാലും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞില്ല. നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മളങ്ങനെ ആരെയെങ്കിലും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല. പേരിന്റെ പേരിൽ ആരെയെങ്കിലും ആക്ഷേപിക്കുക എന്നുള്ള നിലപാടൊന്നും പാർട്ടിക്കില്ല. അതൊക്കെ ഏഷ്യാനെറ്റ് രൂപപ്പെടുത്തുന്ന ആരോപണമാണ്. അതിനിപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഭാഗമായിട്ട് ആരെയാണോ ഉപയോഗിച്ച കുട്ടീൻ്റെ അമ്മയല്ലേ? കേൾക്ക്, അതന്നെ കേസാ ഞാൻ പറഞ്ഞത്. ആരൊക്കെയാണോ ഉപയോഗിച്ചത്, ആ ഉപയോഗിച്ച അച്ഛൻ്റെയും അമ്മേൻ്റെയാണ് ഇപ്പം മൊഴിയെടുക്കുന്നത്. അതൊന്നും വെച്ചിട്ട് ഗവൺമെന്റിനെ എതിരായിട്ട് പറയാൻ ഒരു സാധ്യത. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായി എന്നുള്ളത് ശരി, ഞാനത് അംഗീകരിക്കാം. നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും ശരി. പിന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് പറയുന്ന എന്തെങ്കിലും തെറ്റായ കാര്യം ഇവിടെ വിശദീകരിച്ചിട്ട് കാര്യമില്ല. ആദ്യം കേരളായിട്ട് ഉപയോഗിച്ച കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആരും നിഷേധിച്ചില്ലല്ലോ. പക്ഷേ ആ കുട്ടിക്ക് പകരം കേൾക്ക്, ആ കുട്ടിക്കല്ല, ആ കുട്ടീൻ്റെ അമ്മേനല്ലേ നിങ്ങൾ പറയുന്നത്? നോക്ക്, കൃത്യമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു. നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ആരാന്ന്, ഏതാ കുട്ടിയെന്ന് പറഞ്ഞു ആദ്യം. അതായത് ഏഷ്യാനെറ്റ് ജീവനക്കാരിയുടെ മകളുണ്ട്. ആ കേസല്ല അല്ലേ? എന്നാൽ അതിന് മുമ്പത്തെ കേസല്ലേ? അതിന് മുമ്പത്തെ കേസല്ലേ? അതന്നെ അഴിയൂര്, കോഴിക്കോട് അഴിയൂര് ഇതന്നെയാ കാര്യത്തിൽ ആദ്യത്തെ കേസ്. ആ കേസാണ് ശരിയായ കേസ്. ആ കേസിനെയാണ് പിന്നീട് നിങ്ങൾ ആ കുട്ടിയെ കിട്ടാതിരുന്നപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് ആ കുട്ടിയാണ് എന്ന് വരുത്തിയിട്ട് ഇന്റർവ്യൂ നടത്തിയത്. ആ ഇന്റർവ്യൂ നടത്തിയതിനെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. വ്യാജ ഇന്റർവ്യൂ നടത്തുക, വ്യാജ വാർത്ത ഉണ്ടാക്കുക, വ്യാജ രാഷ്ട്രീയം സൃഷ്ടിക്കുക, ഇതാണ് നിങ്ങളുടെ പരിപാടി. ആ പരിപാടിയാണ് നിശ്ചിതമായിട്ട് ഇന്നലെ എതിർത്തു, ഇന്നും എതിർക്കുകയാണ്. ആ നാളെ എതിർക്കും.